കുട്ടൻ ജനിച്ചത് അവിടെയാണ്. ഒരു ദരിദ്ര കുടുംബം. വൈദ്യരായിരുന്നു കുട്ടൻ്റെ അച്ഛൻ. പട്ടിണിയിൽ പോരാടി ജീവിക്കുന്ന ഒരു കുടുംബം. ഭക്ഷണം പോലും ഉറപ്പില്ല. കുട്ടൻ വളർന്നു. പഠിക്കാനായി സ്കൂളിൽ ചേർന്നു. വീട്ടിലെ അവസ്ഥ അന്നും ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തുടർന്നു. ഒന്നിനും പണമില്ല. സ്കൂൾ ഫീസ് കൊടുക്കാനും പുസ്തകം വാങ്ങാനും ഒന്നിനും. അവൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകൾ മാത്രമാണ് അവൻ പലപ്പോഴും മുറുകെ പിടിച്ചിരുന്നത്. കുട്ടാ, നീ പഠിക്കണം. അതിനു മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ. കിലോമീറ്ററുകൾ നടന്ന് അവൻ മഴയിലും ചൂടിലും സ്കൂളിലെത്തും. ക്ലാസ് മുറിയുടെ വെളിയിലാണ് അവൻ്റെ സ്ഥാനം. കാരണം ഫീസ് കൊടുക്കാൻ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. ക്ലാസ് മുറിയുടെ ജനാലയിലൂടെ നോക്കി നിന്നാണ് അവൻ പഠിച്ചിരുന്നത്. പുസ്തകം വാങ്ങാനുള്ള പണമില്ലാത്തതിനാൽ മറ്റുള്ളവരിൽ നിന്നും വാങ്ങി രാത്രി മുഴുവൻ ഇരുന്ന് പഠിച്ച് രാവിലെ തിരികെ നൽകും. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ. ഒന്നും അവൻ അനുകൂലമായിരുന്നില്ല. പക്ഷേ അവൻ്റെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ ഈ സാഹചര്യങ്ങൾ തല താഴ്ത്തി നിന്നു. കാലം കടന്നുപോയി. അവൻ്റെ മിടുക്കുകൊണ്ട് അവൻ പഠിച്ച് കോളേജിലെത്തി. അവിടെ അവനെ കാത്തിരുന്നത് ടോപ്പ് റാങ്ക് ഹോൾഡർ എന്ന പദവിയായിരുന്നു. അപ്പോഴും വീട്ടിൽ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. കുട്ടൻ അവിടെ ഒതുങ്ങാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ്റെ സ്വപ്നം പതുക്കെ അവനെ വിശ്വസിക്കാൻ തുടങ്ങി. ഒന്നും സ്വാഭാവികമായി സംഭവിക്കും എന്ന പ്രതീക്ഷയിൽ അവൻ ഇരുന്നില്ല. അവൻ ലക്ഷ്യത്തിലെത്താൻ വീണ്ടും ശ്രമിച്ചു. അവനെ സഹായിക്കാൻ ആരുണ്ട്? അങ്ങനെ ഒരു ദിവസം അവൻ രണ്ടും കൽപ്പിച്ച് ഒരു കത്തെഴുതി ഒരു വ്യവസായ പ്രമുഖന്. കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: സർ, എനിക്കൊരവസരം തരൂ. അവൻ്റെ ജീവിതം മുഴുവൻ അവൻ ആ കത്തിൽ എഴുതി. കത്ത് കിട്ടിയ വ്യവസായി അത് മുഴുവനും വായിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം തൻ്റെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, എത്രയും വേഗം കുട്ടന് പഠിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ചെയ്യണം. പഠിക്കേണ്ട കോളേജ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്നും എണീറ്റു. അതുവരെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ മനുഷ്യനായിരുന്നു ആ വ്യവസായി. ഇന്ത്യയുടെ യഥാർത്ഥ ജെന്റിൽമാൻ, ജഹാംഗീർ രത്നാജി ദാദാബായ് ടാറ്റ. ഒരു കാലത്ത് പുസ്തകം വാങ്ങാൻ പണമില്ലാതിരുന്ന കുട്ടൻ ഇന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ. അവിടെ എത്തിയ കുട്ടൻ ഈ ലോകത്തിലുള്ള അനന്തമായ സാധ്യതകൾ മനസ്സിലാക്കി. അവൻ്റെ ചിന്ത, അവൻ്റെ ആത്മവിശ്വാസം എല്ലാം വളർന്നു. പഠനത്തിനു ശേഷം തിരികെ ഇന്ത്യയിലേക്ക് വരാനിരുന്ന കുട്ടൻ്റെ കയ്യിൽ അവൻ്റെ പ്രൊഫസർ ഹറോൾഡ് ലെസ്കി എന്ന ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ തിങ്കർ ഒരു ലെറ്റർ കൊടുത്തു. ഇന്ത്യയിലെ ഒരു നേതാവിന് നൽകാനുള്ള ലെറ്ററായിരുന്നു അത്. ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന കുട്ടൻ ഹറോൾഡ് ലെസ്കി പറഞ്ഞതിന് പ്രകാരം ആ നേതാവിനെ കണ്ടു. ലെറ്റർ കൈമാറി. ഈ കത്തുമായി വരുന്ന വിദ്യാർത്ഥി ഒരു സാധാരണക്കാരനല്ല. അവൻ ഒരു വലിയ വെളിച്ചമാകുന്നു. കത്ത് വായിച്ച നേതാവ് രണ്ടാമതൊന്നുകൂടി ആലോചിക്കാതെ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്നതിലേക്ക് കുട്ടനെ തിരഞ്ഞെടുത്തു. ഒരാളുടെ കഴിവിന് മഹത്വം നൽകിയിരുന്ന ആ നേതാവ്, അതെ, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജനലിലൂടെ വിദ്യ അഭ്യസിച്ചിരുന്ന ആ കുട്ടി ഇന്ന് ലോക നേതാക്കൾക്കൊപ്പം. അവൻ്റെ ആ ഫയർ പിന്നീട് അവനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചു. 1997 ജൂലൈ 25 ഇന്ത്യ തങ്ങളുടെ 10ാമത്തെ രാഷ്ട്രപതിയായി കോട്ടയം ജില്ലയിലെ ഉഴവൂരുകാരനായ KR നാരായണൻ എന്ന കുട്ടനെ തിരഞ്ഞെടുത്തു. ഇതൊരു കഥയല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ പശ്ചാത്തലം നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്ന ഒന്നല്ല. നിങ്ങൾ നിർത്തുന്നിടത്താണ് അവസാനം